കൊച്ചിയിലെ മേയർ തർക്കം കോൺഗ്രസിലെ പരസ്യപ്പോരിലേക്ക് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞതിലുള്ള അസംതൃപ്തി ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ പരസ്യമാക്കി തുടങ്ങിയതോടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഗ്രൂപ്പുകൾ. ദീപ്തിയെ ഒഴിവാക്കിയത് ഗ്രൂപ്പ് സമുദായ താൽപര്യങ്ങൾക്കപ്പുറം മറ്റ് ന്യായങ്ങളില്ലെന്നാണ് കെ.പി.സി.സി നേതൃത്വവും എ.ഐ.സി.സിയുമെല്ലാം വിലയിരുത്തുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ കൊച്ചിയിലെ മേയർ തർക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒരു പരസ്യപ്പോരിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, എൻ. വേണുഗോപാൽ, മാത്യു കുഴൽനാടൻ ഇവരൊക്കെ പരസ്പരം കുത്തിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തുന്നുണ്ട് കാര്യങ്ങൾ. എന്തായാലും ഈ പരസ്യപ്പോരിൽ ഒരു സമവായത്തിൽ എത്തേണ്ടതുണ്ട്. അത് ഏത് രീതിയിൽ പരിഹരിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കടത്തുമെല്ലാം സ്വർണ്ണ കവർച്ച എല്ലാം പ്രതിഫലിച്ച കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ തലവേദന കൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പല കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ആര് അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്നുള്ളത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ സജീവമായി തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിലുടനീളം മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉയർത്തിക്കാണിച്ചിരുന്ന ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞുകൊണ്ട് മറ്റു രണ്ട് പേർക്ക് ഇത്തരത്തിൽ പങ്കിടാനുള്ള മേയർ പദവി പങ്കിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അത് പൂർണ്ണമായും സമുദായ താല്പര്യത്തിൻ്റേതെന്ന് മാത്രം എന്നുള്ള രീതിയിലുള്ള ഒരു പരിവേഷം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് വഴക്കും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ പല താൻപോരിമയും തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് ആ ഒരു കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കെ.സി. വേണുഗോപാലിൻ്റെ അടുത്ത അനുയായി എന്നുള്ള നിലയ്ക്ക് ദീപ്തി മേരി വർഗീസിനെ വെട്ടുക എന്നുള്ളത് എ.ഐ. ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ വി.ഡി. സതീശൻ്റെ ഗ്രൂപ്പുകളുടെയും എല്ലാം ഒരു ആവശ്യമായിരുന്നു എന്നുള്ള തലത്തിലുള്ള വിമർശനമാണ് പാർട്ടിക്കകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്രമാദിത്വം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം നിലനിൽക്കെ അതേസമയം തന്നെ കേരളത്തിൽ കാലുറപ്പിക്കാനുള്ള കെ.സി. വേണുഗോപാലിൻ്റെ ഒരു ശ്രമങ്ങളെല്ലാം തുറന്നുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള അപ്രമാദിത്വത്തെ തുരങ്കം വെക്കുക എന്നുള്ള നീക്കത്തോടുകൂടി നടത്തിയ ഒരു ശ്രമമായിരുന്നു ദീപ്തി മേരി വർഗീസിനെ തള്ളിയത്. ഒപ്പം തന്നെ അതിന് സാമുദായിക താല്പര്യങ്ങളെ സംരക്ഷിക്കാനും സാധിക്കുമെന്നുള്ളതടക്കമുള്ള നിലപാടുകളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നത്. ഇതോടകം തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നേതാക്കൾ ഇതിലെ അതൃപ്തി പ്രകടമാക്കുകയും വലിയ രീതിയിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഇതോടകം അജയ് തറയിലും അതുപോലെ തന്നെ മാത്യു കുഴൽനാടനടക്കം ശക്തമായിട്ടുള്ള ഭാഷയിൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനെതിരെ നേതൃത്വത്തിനെതിരെ പരാതി അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത് അതൊരു നടപടിക്രമങ്ങൾ മാത്രമാണെന്നും പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല എന്നുള്ളത്, മേയർ തെരഞ്ഞെടുപ്പിൽ മാത്രം നിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. തുറന്നുള്ള സംഘടനാ തലത്തിലുള്ള വലിയ പ്രതിസന്ധി ഈ ഒരു തീരുമാനം എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൽ എത്തിത്തിരിഞ്ഞിരിക്കുന്നത്. ഈ പ്രതിസന്ധി കൂടി എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അതിനു കൂടി അടുത്ത പദ്ധതി ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു കെ.പി.സി.സി. ഏതായാലും ഇപ്പോൾ പരസ്യപ്പോരിലേക്ക് കൂടുതൽ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.